ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബോൺസായി ഡ്രീംസ്. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു ബ്രൂം സ്റ്റൈൽ ബോൺസായി പ്രൂൺ ചെയ്യുകയും വയർ ചെയ്യുകയും ചെയ്യാൻ നോക്കാം. ഇത് എൻ്റെ അടുത്തുള്ള ഒരു പൗഡർ പഫ് പ്ലാന്റ് ആണ്. ഏകദേശം 3 വർഷം പ്രായമുണ്ട്. സോ ഇത് നമുക്ക് ആദ്യം പ്രൂൺ ചെയ്യാം. ഇപ്പോൾ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട്. സോ ഈ കാണുന്ന ബ്രാഞ്ച് മുന്നിലേക്കാണ് വന്നേക്കുന്നത്. നമ്മളിലേക്ക് നേരെ വരുന്ന ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. മൊത്തത്തിൽ ഓവറോളായിട്ട് നമുക്കൊരു ഡോം ഷേപ്പിലേക്ക് കൊണ്ടുവരണം. സോ ആ ഷേപ്പിലേക്ക് നമുക്ക് ഓവറോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളെപ്പോഴും പ്ലാന്റ്സ് പ്രൂൺ ചെയ്യാൻ എടുക്കുമ്പോൾ അതിന് മുന്നേ പ്ലാന്റ്സിന് അത്യാവശ്യം നന്നായി തന്നെ വളം കൊടുത്ത് അതിന് നല്ലൊരു ഗ്രോത്ത് കൊടുത്തിട്ട് ശേഷം മാത്രം നമ്മൾ പ്രൂൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ബ്രാഞ്ച് സെലക്ഷനും കാര്യങ്ങളും എല്ലാം കിട്ടും. അതുകൊണ്ട് ആദ്യം നമ്മൾ പ്ലാന്റിനെ ഹെൽത്തി ആക്കിയിട്ട് അതിനുശേഷം മാത്രം പ്രൂണിങ് സ്റ്റാർട്ട് ചെയ്യുക. മുന്നേ തന്നെ ഞാനിതിൻ്റെ ബ്രാഞ്ച് സെലക്ഷൻസ് എല്ലാം ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് ഇപ്പം ഒരു ഡോം ഷേപ്പിലേക്ക് നമുക്ക് എളുപ്പം ഈസി ആയിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്ത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതൊരു അൺവാണ്ടഡ് ബ്രാഞ്ച് ആണ്. അതൊരു ആംഗിളിൽ വന്ന് അകത്തേക്ക് നിൽക്കുകയാണ്. സോ അത് ഞാൻ ആദ്യം റിമൂവ് ചെയ്യുവാണ്. ഈ കാണുന്ന ബ്രാഞ്ചും പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുവാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അതും നമുക്ക് റിമൂവ് ചെയ്യാൻ തോന്നുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് കളയാമെന്ന് ഞാൻ തീരുമാനിക്കുവാണ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ബ്രാഞ്ചസ് വയർ ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആ ഭാഗം ഒന്ന് വയർ ചെയ്ത് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റ് നന്നാവും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ പ്രൂൺ ചെയ്യുമ്പം കട്ട് ഷോട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കാരണം നമുക്ക് ഇതൊരു ബ്രൂം സ്റ്റൈലിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഏതൊരു ബോൺസായും നല്ലൊരു റാംബിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം കട്ട് ഷോട്ട് ചെയ്ത് നല്ല ബ്രാഞ്ച് സെലക്ഷൻസ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഏകദേശം പ്രൂണിങ് കഴിഞ്ഞിരിക്കുകയാണ്. അവിടെയായിട്ട് ഞാൻ മുന്നേ ചെയ്ത കട്ടിങ്ങിൻ്റെ ചെറിയ ഉണങ്ങിയ ഭാഗങ്ങൾ നിൽക്കുന്നുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അത് ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ഇപ്പം റെയിനി സീസണും കൂടെയാണ്. ഇപ്പം ജൂണിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പം തന്നെത്താനെ കുറച്ചുകൂടെ പ്ലാന്റ് നന്നായി വളർന്ന് കട്ടിങ് എല്ലാം കവറായി ക്ലിയറായി കിട്ടുകയും ചെയ്യും. ഈ സമയത്ത് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ല. നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ പ്ലാന്റിനൊരു 3D വ്യൂ മൊത്തത്തിൽ വന്നിട്ടില്ല. റാംബിഫിക്കേഷൻ്റെ കുറവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുന്ന മുറയ്ക്ക് നമുക്ക് 3D വ്യൂ കിട്ടും. അതാണ് ഇതിനകത്ത് ഇപ്പോൾ ഉള്ള ഒരു പോരായ്മ. പിന്നെ ഇപ്പോൾ നന്നായി പ്ലാന്റിനെ വളരാൻ വിടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഏകദേശം 2 ആഴ്ച മുന്നെയാണ് ഞാൻ ഈ പ്ലാന്റിന് വളം ചെയ്തത്. സോ ഇപ്പോൾ ഈ പ്രൂണിങ്ങും വയറിങ്ങിനും ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഇതിന് വളം ചെയ്യും. ഇപ്പം പ്ലാന്റിന് ഇപ്പോൾ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ നന്നായി ഒന്നുകൂടെ വളരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇപ്പോൾ വളവും കൂടെ ആവുമ്പോൾ നല്ല ഗ്രോത്ത് വരുന്നതായിരിക്കും. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓൾറെഡി ഒരു ബോൺസായിക്ക് ആവശ്യമുള്ള ട്രങ്ക് ഡീവിയേഷൻസ് ഒക്കെ ഈ പ്ലാന്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനിയും പ്ലാന്റ് നന്നായി തിക്കനാവുക വേണം. അതേപോലെ ഈ താഴ്ഭാഗത്തുള്ള 2 ബ്രാഞ്ചസ് ഒട്ടും ശക്തിയില്ല. അതിന് കുറച്ചുകൂടെ ഗ്രോത്ത് വരാനുണ്ട്. ഒരു ബ്രൂം സ്റ്റൈൽ പ്ലാന്റിന് അത്യാവശ്യം വേണ്ട ട്രങ്ക് ഡീവിയേഷൻസ് ഒക്കെ ഓൾറെഡി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 ബ്രാഞ്ചസ്, ഇടതും വലതുമായിട്ടുള്ള 2 ബ്രാഞ്ചസും ഒന്ന് വയർ ചെയ്ത് കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരാം.
അതിനായിട്ട് ഞാൻ അലൂമിനിയം വയറാണ് യൂസ് ചെയ്യുന്നത്. മഴ സീസണിലാണ് നമ്മൾ വയർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ഇരിഞ്ഞോ അല്ലെങ്കിൽ ഒടിഞ്ഞോ പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിരൽ കൊണ്ട് ഒരു സപ്പോർട്ടോട് കൊടുത്ത് വേണം എപ്പോഴും വയർ ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ ഒരു വയർ തന്നെ യൂസ് ചെയ്ത് 2 ബ്രാഞ്ചസ് വയർ ചെയ്ത് എടുക്കുവാണ്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരേ വയർ കൊണ്ട് തന്നെ നമുക്ക് 2 ബ്രാഞ്ചസും കവർ ചെയ്യാൻ പറ്റും താനും. വേറെ സെപ്പറേറ്റ് ആയിട്ട് എവിടെയും ഒന്ന് ഹുക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യവും വരുന്നില്ല. സോ ഇനി നമ്മൾ ഒരു ഡീവിയേഷൻസ് കൊണ്ടുവരുവാണ് ഈ ബ്രാഞ്ചിന്. ഓവറോൾ ഒരു 3D എഫക്റ്റിന് വേണ്ടിയുള്ള രീതിയിൽ വേണം നമ്മൾ ബ്രാഞ്ചസ് ഡീവിയേഷൻസ് കൊണ്ടുവരാൻ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ എപ്പോഴും ഒരു 3D എഫക്റ്റിൽ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഞാനിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ ഡോം ഷേപ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ താഴേന്ന് തന്നെ ഒരു വളർച്ച ഉണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇടതുഭാഗത്തുള്ള ബ്രാഞ്ചും കൂടെ ഒന്ന് വയർ ചെയ്തെടുക്കാം. നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വയർ എപ്പോഴും ഒരു 45 ഡിഗ്രി ആംഗിളിൽ വേണം നമ്മൾ ചുറ്റിയെടുക്കാൻ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം 2ആണ്. ഒന്ന്, ആ പ്ലാന്റിന്റെ കമ്പ് വല്ലാണ്ട് ചുറ്റി മുറുകി പോവുകയുമില്ല. അതേപോലെ ആ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ആ ബ്രാഞ്ചിന് കിട്ടുകയും ചെയ്യും. വളയ്ക്കാനും മറ്റും വളരെ ഈസി ആയിരിക്കും താനും. ഓക്കെ, സോ ആ ബ്രാഞ്ച് നമ്മൾ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്ലാന്റിന്റെ മെയിൻ ട്രങ്കിന് പുറകിലേക്കൊരു ചരിവുണ്ട്. അത് ക്രമേണ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. കുറച്ചുകൂടെ തിക്കായിട്ടുള്ളൊരു വയർ യൂസ് ചെയ്ത് അതൊന്ന് സ്ട്രെയിറ്റൻ ചെയ്തെടുക്കും. അതേപോലെ ഈ ബ്രാഞ്ചും ബാക്കിലേക്ക് വളരുന്ന ഈ ബ്രാഞ്ചും ഒന്ന് വയർ ചെയ്ത് ഒന്ന് പൊസിഷൻ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. അതും ചെയ്യാം. സോ ഉദ്ദേശിച്ച പോലെ ഒരു ഡോം ഷേപ്പിലേക്ക് കട്ട് ഷോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. ബ്രാഞ്ചസ് ഓൾറെഡി ഉള്ളതിന് ബ്രാഞ്ച് സെലക്ഷൻ നേരത്തെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത് ഏകദേശം ഞാൻ ഇന്ന് ഉദ്ദേശിച്ചിരുന്ന എല്ലാ വർക്കും ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് പ്രയോജനപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു കൊല്ലം കൂടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതൊരു അത്യാവശ്യം നല്ലൊരു ബോൺസായി എന്ന് വിളിക്കാവുന്ന രീതിയിലേക്ക് എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത വർഷം എന്തായാലും ഇതിൽ പൂവും വരേണ്ടതാണ്. ഞാൻ വയറിങ് ചെയ്തത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുവാണ്. ഒരു ഏകദേശം 45 ഡിഗ്രി തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഞാൻ ചെയ്തതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, കറക്ഷൻസ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.